ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കാമെന്ന് തീരുമാനിച്ച ആളുകളെ കുറിച്ച് സംസാരിക്കാം. അവർ സ്വന്തമായി ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് അതുകൊണ്ട് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. ആ തീരുമാനം ശരിയാണോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ തീരുമാനം ശരിയല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചൊന്നും ആയിരിക്കില്ല. നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ ആ സമയത്തൊന്നും നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും തോന്നില്ല. ആരും കൂട്ടില്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള സ്വന്തം ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ക്യാഷ് നമ്മളെ കയ്യിലുണ്ടാവും. അപ്പം നമുക്ക് അതുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. അത്തരം തോന്നലുകളൊക്കെ തിരുത്തപ്പെടുന്ന ഒരു സമയം നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം നമുക്കൊരസുഖം വന്നു, നമ്മളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരെ നമുക്ക് ആരുണ്ടാവുക? നമുക്ക് സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ കാരണം നമ്മുടെ റിലേറ്റീവ്സായിട്ടും നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ടും നമുക്ക് അല്ലെങ്കിൽ നമ്മളെ അയൽ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ചുറ്റിലും ഉണ്ടായെങ്കിലും കൂടിയിട്ട് അവരൊക്കെ നമ്മളെ എത്ര ദിവസം കെയർ ചെയ്യും? അവർക്കൊക്കെ കെയർ ചെയ്യണതിനും അല്ലെങ്കിൽ നമുക്ക് ഒരു പരിചരണം തരുന്നതിനൊക്കെ ഒരു പീരീഡ് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു സമയം ഉണ്ടാവും. അല്ലാതെ കുറേ കാലത്തേക്ക് അല്ലെങ്കിൽ കുറേ സമയത്തേക്കൊന്നും അവർ നമുക്ക് കൂട്ടായിട്ടോ നമ്മളോടൊപ്പമൊന്നും അവരുണ്ടാവില്ല. ഇപ്പം ഈ അടുത്താണ് ഒരു കുട്ടിയെ പരിചയപ്പെട്ടത്. കുട്ടിയെന്നൊന്നും പറയാൻ വയ്യ, ഒരു 35 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ലൊരു ജോലിയുണ്ട്. അവരുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതാണ്. പിന്നെ ഒരു അനിയത്തിയും ഒരു അനിയനൊക്കെ ഉണ്ട്. അവർ ഇയാൾ കാരണം ചെറുപ്പകാലത്ത് അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടിൻ്റെയും മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ടുണ്ടാവണ അത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ ഒരു വിവാഹ ജീവിതം വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ജോലിയൊക്കെ സമ്പാദിച്ച് സ്വന്തമായിട്ട് അങ്ങനെ ജീവിക്കാമെന്ന് അവർ വിചാരിച്ചതാണ്. അപ്പോൾ എവിടെ ചെന്നാലും അവർക്ക് എന്താണ്, മറ്റവരൊക്കെ കുടുംബമായി, അനിയത്തി വിവാഹം കഴിച്ചു, അനിയനും വിവാഹം കഴിച്ചു, അവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് ഒരു ഒറ്റപ്പെടലാണ് ഫീൽ ചെയ്യണത്. ഇപ്പോൾ അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലും അനിയൻ്റെ വീട്ടിലും അനിയത്തിൻ്റെ വീട്ടിലും ഒക്കെ അവർക്ക് പോകാനും അതെല്ലാത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവർക്ക് അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒറ്റപ്പെടലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവരെന്നെ ശ്രദ്ധിക്കണില്ല, അല്ലെങ്കിൽ അവർക്ക് ഞാനവിടെ ഒരു ബുദ്ധിമുട്ടാണോ ഒരു ഭാരമാണോ എന്നൊക്കെ ഉള്ള ഒരു തോന്നലാണ് അവർക്ക് തോന്നണത്. പക്ഷേ അനിയത്തിൻ്റെ വീട്ടിലാണെങ്കിലും അനിയൻ്റെ വീട്ടിലാണെങ്കിലും അത്തരം അവർ ഇവരോട് പെരുമാറിയിട്ടല്ല, പക്ഷെ അവർക്കൊരു തോന്നൽ ഞാനവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവരവരുടെ മക്കൾ, ഭാര്യ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനിയത്തിൻ്റെ വീട്ടിലാണെങ്കിലും ഭർത്താവ്, മക്കൾ അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നൽ അവർക്ക് ഫീൽ ചെയ്യാണ്. അവർ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അവർക്ക് അത്തരം മൂല്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതിൻ്റെതായ ഒരു അത്തരം ജീവിത രീതി അവനവന് ഇല്ലാത്തതുകൊണ്ട് അവരുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ സ്വന്തമായിട്ട് തോന്നുകയാണ് ഞാൻ ഒറ്റപ്പെടുകയാണോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണോ, എന്നെ ഒറ്റപ്പെടുത്തുകയാണോ, അത്രയൊക്കെ ഒരു തോന്നൽ അവർക്ക് വെറുതെ തോന്നുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ന് വെച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ഒരു ചിന്ത ഇല്ലാതിരിക്കുള്ളൂ. ഏതൊരാൾക്കാണെങ്കിലും ഒരു കൂട്ട് ആവശ്യമാണ്. അവനവൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും സന്തോഷവും ഒക്കെ പങ്കിടണമെങ്കിൽ അവനവനെ എന്ന് വിചാരിച്ച ഒരാൾ കൂടെ വേണം, നമ്മുടെ പങ്കാളിയായിട്ട് ഒരാൾ വേണം. അത് ഏതൊരാൾക്കും ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആരോട് പറയും? ഇപ്പോൾ കൂടപ്പുറപ്പുകളോടാണെങ്കിലും അവർക്ക് അവരുടെ ജീവിതമായിട്ട് ബിസി ആയിരിക്കും. നമ്മളുടെ കേൾക്കാനൊന്നും അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് അവരുടെ മക്കൾ, ഭർത്താവ്, അത്തരം കാര്യങ്ങളുടെ തിരക്കിൽ അവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അതിലേറെ ബുദ്ധിമുട്ടാണ് നമ്മളൊന്ന് വീണ് പോയാൽ. നമ്മുടെ ബന്ധുക്കളും നമ്മുടെ കൂടപ്പിറപ്പുകളൊക്കെ എത്ര ദിവസം നമ്മളെ കെയർ ചെയ്യും? അവർക്കൊക്കെ അവരുടെ ജീവിതമായിട്ട് അവരൊക്കെ ബിസി ആയിരിക്കും. ആരും ഫ്രീ ആവില്ല. നമുക്ക് നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉപകരിക്കുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒന്ന് കൂട്ടിരിക്കണം. ഇനിയിപ്പോൾ മക്കളില്ല,
എങ്കിലും നമുക്കൊരു കൂടെ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമുക്കൊരു പങ്കാളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ കെയർ ചെയ്തിരിക്കും. നമ്മൾ പറയും നമുക്ക് ആവശ്യത്തിന് പണമുണ്ടല്ലോ, മറ്റൊരാളുടെ സഹായം ഇല്ലെങ്കിലും മുന്നോട്ട് പോവാം എന്നൊക്കെ നമ്മൾ വെറുതെ ആണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വെറും ഒരു തോന്നൽ മാത്രമാണ്. എന്തെങ്കിലും നമുക്ക് അത്തരം സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ പണം പോലും അതൊരു രണ്ടാം സ്ഥാനത്തേക്കാണെന്ന് മനസ്സിലാക്കുക. ആളുകളുടെ സഹായം വേണ്ടുന്ന സമയം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പണം രണ്ടാം സ്ഥാനത്തേക്ക് മാറി നിൽക്കുന്ന സമയവും ഉണ്ടാവും. വിവാഹം കഴിക്കാതെ തനിയെ ജീവിക്കാമെന്നോ അല്ലെങ്കിൽ സ്വന്തം മതി എന്നൊക്കെ വിചാരിക്കുന്ന അത്തരം ധാരണകൾ ശരിയല്ല എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മളൊന്ന് വീണ് പോകുമ്പോഴാണ് നമുക്കൊരു കൂട്ടും ഒരു തണലും താങ്ങും ഒക്കെ വേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അത്തരം ചിന്തകളിലൂടെ പോകുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഏജ് ആകുമ്പോഴാണ് നമുക്ക് തോന്നുക, ഒരു 35-40 അതൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരാളുടെ തണൽ വേണം അല്ലെങ്കിൽ ഒരാൾ നമ്മളോടൊപ്പം വേണം എന്നുള്ളൊരു തോന്നലുണ്ടാവുക. അതുവരെ നമുക്ക് ആരോഗ്യമുണ്ട്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ആവശ്യത്തിന് ക്യാഷ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നീട് നമ്മളുടെ ചിന്തകളിൽ തന്നെ ഒരു 40 ആയി കഴിഞ്ഞ ചിന്തകളിൽ തന്നെ മാറ്റം വരും. നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ വരും. ആ സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ആ ഫീല് ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ വല്ലാതെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വിവാഹം എന്നൊക്കെ പറയണത് നടക്കേണ്ട ആ ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളെയോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ കുറച്ച് പാടാണ്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയം എന്ന് പറയുന്നത് പോലെ വിവാഹത്തിനും ആ സമയത്ത് എങ്ങനെ ഒരു 30 വയസ്സിനുള്ളിലൊക്കെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ വിവാഹം കഴിക്കണം. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ബന്ധമൊന്നും ആവില്ല നമുക്ക് കിട്ടുക. എന്തെങ്കിലും ഒരാൾ പോരല്ലോ, നമുക്ക് മനസ്സിനിണങ്ങിയ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലുള്ള ബന്ധങ്ങളാവണ്ടേ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളാവണ്ടേ. ആരെങ്കിലുമൊക്കെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരാളാവണ്ടേ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലൊക്കെ പങ്കുചേരാനും താങ്ങും തണലും ആവാനൊക്കെ പറ്റുന്ന ഒരാളായി വരണ്ടേ നമുക്ക് കൂട്ടായിട്ട് വരേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് മതി എന്നൊക്കെ വിചാരിച്ചാലും നമ്മൾ ഒറ്റപ്പെടുന്ന കുറേ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന സമയം സന്ദർഭമൊക്കെ ഉണ്ടാവും. നമുക്ക് ആരോഗ്യമുള്ള അതെങ്കിൽ നമുക്ക് നല്ല കാലത്ത് എന്ന് പറയാം, നമ്മുടെ നല്ല സമയങ്ങളിലൊന്നും നമുക്ക് അത്ര ഫീലൊന്നും തോന്നില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു തളർച്ച വരുമ്പോഴാണ് നമുക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നു പോവുക. അപ്പോൾ ഇനി മക്കളുടെ കാര്യം മാറ്റി വെച്ചാലും നമുക്കൊരു പങ്കാളി അല്ലെങ്കിൽ ഒരു കൂട്ട്, പുരുഷനായാലും സ്ത്രീ ആയാലും ആർക്കായാലും അത് വേണ്ടതാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നമുക്ക് ആരോടെങ്കിലും ഒന്ന് മിണ്ടാനുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറയാനുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവുക. എത്ര സമയം നമ്മൾ ഒറ്റയ്ക്കിരിക്കും? ഇനി മറ്റു കാര്യങ്ങൾ ചെയ്യാം, വായിക്കാനറിയുന്നവർ വായിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കാം, TV കാണാം, അങ്ങനെ പല എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് അതൊക്കെ ചില സമയങ്ങളിൽ മടുക്കുന്ന ഒരു നേരമുണ്ട്. പക്ഷെ അതുപോലെയൊന്നും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് സ്നേഹവും കരുതലും നമ്മളോട് ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് സംഭവങ്ങൾ മടുക്കുന്നത് പോലെ ആ വ്യക്തികളെ നമുക്ക് അത്ര പെട്ടെന്ന് മടുക്കില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്കത് മടുക്കാനും കഴിയില്ല. അപ്പോൾ ഏതൊരാൾക്കും വിവാഹ ജീവിതം തന്നെയാണ് വേണ്ടത്. കാരണം ഈ ഒറ്റപ്പെടലിൻ്റെ ഒക്കെ അത്തരം അനുഭവിക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ചോദിക്കും, ഇതെല്ലാം ഉള്ളവർക്കും വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെയാണ്. എല്ലാവരും ഒരുപോലെയൊന്നും അല്ലല്ലോ. നമ്മളെ അത്രയും സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ അത്രയും കെയർ ചെയ്യണതും അത്രയും നമ്മളെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ ആയ ആൾക്കാരാകുമ്പോൾ എന്താണ് ആ ജീവിതം ഭംഗിയുള്ളതാവില്ലേ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ട് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. പലരും എന്താണെന്നറിയാം, അത്തരം പലരുടെ ജീവിതങ്ങളും കാണുമ്പോൾ വിചാരിക്കും എന്തിനാണ് അത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ചിന്ത അവരെ മനസ്സിൽ വരികയാണ്. കുറേ ആൾക്കാർ അങ്ങനെയാണ് വിവാഹമൊന്നും വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കാമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. സാമ്പത്തികമായിട്ടും നമ്മുടെ ആരോഗ്യപരമായിട്ടൊക്കെ നമ്മൾ ഓക്കെ ആകുമ്പോൾ നമുക്ക് അത്തരം അതുപോലുള്ള നല്ല ചിന്തകളൊക്കെയാണ് നമുക്ക് തോന്നുക. എന്തിനാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോണത്, മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്ത് പോവുകയാണെങ്കിൽ അത് പ്രശ്നമാണ്, വിഷമമാണ്, പ്രയാസമാണ് എന്നൊക്കെ നമ്മൾ സ്വയം അങ്ങനെയൊക്കെ ചിന്തിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും അത്തരം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. നമുക്ക് എത്ര ബന്ധുക്കളുണ്ടെങ്കിൽ എത്ര കൂടപ്പിറപ്പുകളുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ തിരക്കുകൾ ഉണ്ടാവും.
നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പരിചരണം തരാൻ ആരും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വിചാരിക്കും നമുക്ക് പണം ഉണ്ടല്ലോ, മറ്റാരെങ്കിലും വിളിക്കാം, ഉപയോഗപ്പെടുത്താം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവരും ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ജോലിക്കാരി എന്ന അല്ലെങ്കിൽ അത്തരം ഒരു ഇടപെടലല്ലേ അവരുടെ അടുത്തുനിന്നുണ്ടാവുള്ളൂ. മറ്റത് അങ്ങനെയല്ല. നമ്മുടെ സ്വന്തം ആളാവുമ്പോൾ ആ പരിചരണത്തിന് മറ്റുള്ളവരുടെ പരിചരണത്തിനും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാവരും നമ്മളെ കെയർ ചെയ്യണം, മറ്റുള്ളവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും, നമ്മളോട് പല കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ സ്വന്തം ആൾ നമ്മളോട് ചോദിക്കുന്നത് പോലെ ആവില്ലല്ലോ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവരുടെ വാക്കിനേക്കാളും നമ്മുടെ സ്വന്തം ആളിൻ്റെ വാക്കിനല്ലേ കുറച്ചും കൂടി നമുക്കൊരു സന്തോഷം തോന്നിക്കുക. ഓരോരോ അവസരങ്ങളും അവസ്ഥകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അത്തരം ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടുള്ളൂ. അപ്പോൾ അത്തരം ഒരു ഫീലിലേക്കൊന്നും ആരും പോകാൻ നിൽക്കാതെ സമയത്ത് പുരുഷനായാലും സ്ത്രീ ആയാലും വിവാഹം കഴിക്കുക. എന്തായാലും ആ കുട്ടിക്ക് കല്യാണം വേണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടല്ലേ. കാരണം ഈ ഒറ്റപ്പെടൽ അനുഭവിച്ചപ്പോഴാണ് ഇപ്പോൾ വേണം എന്നുള്ളൊരു കല്യാണം കഴിക്കാം, അതാണ് ഒരു കൂട്ടുണ്ടാവുന്നതാണ് നല്ലത് എന്നുള്ള ആ കുട്ടിക്ക് തോന്നിയത്. കാരണം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലരും അത്തരം ചിന്തയ്ക്ക് വീണ്ടും പോണത്. വേണ്ട എന്ന് വിചാരിച്ച് നടത്ത് ഒരാൾ കൂടെ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് എത്തുന്നത് ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ട് തന്നെയാണ്. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. നമ്മളൊരു വീട്ടിൽ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ എത്ര സമയം നമുക്ക് പല ഇൻട്രസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വഴി കൂടെ ഒക്കെ പോകും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ തളർന്നിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒറ്റപ്പെടൽ ശരിക്കും ഫീൽ ചെയ്യുക. അത്തരം ഒരു തോന്നലുകളൊക്കെ വരുന്നത് നമ്മുടെ അവസ്ഥ കൊണ്ടാണ് വന്നു പോണത്. അപ്പോൾ എല്ലാവരും സമയത്ത് വിവാഹം കഴിച്ച് കുടുംബജീവിതമൊക്കെ നയിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒറ്റപ്പെടൽ എന്നുള്ള ഫീലിംഗ് ഒന്നും ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത് ജീവിതത്തിൽ വല്ലാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ തീഷ്ണത എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.